വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ മധ്യസ്ഥതയ്ക്ക് നിർദ്ദേശം നൽകി സുപ്രീം കോടതി. വിവാഹത്തിന് മുൻപ് എന്തിനാണ് പുരുഷനൊപ്പം താമസിച്ചതെന്നാണ് പരാതിക്കാരിയോട് കോടതി ചോദിച്ചത്. അപ്പോ എന്തൊരു നശിച്ച ചൂട്, ഇത് കാലം അവസാനിക്കാൻ പോണ എന്താ? എൻ്റെ പൊന്നുമക്കളെ, ഇപ്പൊ കുറച്ചു മുമ്പ് വാർത്താ ചാനലുകളിൽ കുസുമേച്ചി ഒരു വാർത്ത ഉണ്ട് കേട്ടാ. നമ്മുടെ സുപ്രീം കോടതിയിൽ ഒരു കേസ് എന്നിരിക്കുന്നു. 18 വയസ്സ് മാത്രമുള്ള ഒരു പെങ്കൊച്ച്. ആ പെണ്ണ് ഒരുത്തൻ്റെ കൂടെ കുറെ നാളുകൊണ്ട് കഴിഞ്ഞ്. എന്നാൽ കല്യാണം കഴിഞ്ഞാ ഇല്ല. ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് കുറേ കാലം കൊണ്ട് ജീവിക്കണം. അവസാനം അവളെ ഇട്ടിട്ട് പോയി. അവളെ ഇട്ടിട്ട് പോയതിൻ്റെ പിന്നാലെ കൊണ്ട് അവൾ കേസ് കൊടുത്തിരിക്കുകയാണ് അവൻ പീഡിപ്പിച്ചെന്ന്. നമ്മൾ സാധാരണപ്പെട്ട ജനങ്ങളെ ഉടനെ ചോദിക്കുക, എന്തരനടി ഇങ്ങനെ കല്യാണം കഴിക്കാതെ അവൻ്റെ ഒക്കെ കൂടെ പോയി കിടന്നതെന്ന്. അതേ ചോദ്യം തന്നെയാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. ചോദിച്ചാരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ചോദിച്ചത്. എന്തരിന് വിവാഹം കഴിക്കാതെ അവൻ്റെ കൂടെ പോയി കിടന്ന് എന്നാണ് കോടതി ചോദിച്ചത്. അതിന് കോടതിയെ കുറേ ആളുകൾ വിമർശിക്കാൻ വേണ്ടി നിൽക്കുന്നു. എന്തൊരു തെറ്റാണ് കോടതി ചോദിച്ചത്? 100% ശരിയാണ്. പലപ്പോഴും ഞാൻ ഇതിനെക്കുറിച്ച് 2 വർത്തമാനം പറയണമെന്ന് വിചാരിച്ചിട്ടുള്ളതാണ് കേട്ടാ. എന്തൊരു ഈ പെമ്പിള്ളേർ ഒരു രേഖകളും ഇല്ലാതെ, ഒരു രജിസ്ട്രേഷനും ഇല്ലാതെ, ഒരു ഗ്യാരണ്ടി ഇല്ലാതെ ആണുങ്ങളുടെ കൂടെ പോയി കിടക്കണ എന്തിനാണ്? എന്തെങ്കിലും ഒരിടത്തൊന്ന് രജിസ്റ്റർ ചെയ്യാനുള്ള ബുദ്ധി ഇവളുമാർ കാണിക്കണുണ്ടാ? യവന്മാർ 5-6 ദിവസം കഴിഞ്ഞ് യവന്മാർ ആശയ ആകാംക്ഷയെല്ലാം കഴിയുമ്പോൾ യവന്മാർ ഇട്ടിട്ട് പോകുന്നതാ. ഇപ്പം ആ പെങ്കൊച്ചിൻ്റെ കയ്യിൽ ഒരു കുഞ്ഞുണ്ട്. ഇനി ആ കൊച്ചിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണ്ടേ? അതിനിപ്പോൾ മധ്യസ്ഥതയ്ക്കൊക്കെ ഉള്ള കാര്യങ്ങളാണ് കോടതി പറയണത്. എവളെ എന്നിട്ട് പരിഹസിച്ച് ഇര എന്നാണ് പറയണത്. ഏത് വകുപ്പിലാണ് ഇരയാവണത്? ഒരുത്തിയുടെ സമ്മതം ഇല്ലാതെ ഒരുത്തൻ കയറി പീഡിപ്പിച്ചെങ്കിൽ അവളെ ഇരയെന്ന് പറയാം. നമുക്ക് അവിടെ കൂടെ നിൽക്കാം. എല്ലാ സമ്മതത്തോടും കൂടി 18 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ കുറെ പ്രായമായ ഒരുത്തൻ്റെ കൂടെ ചെന്ന് കിടക്കേണ്ട വല്ല കാര്യമുണ്ടാ? എന്തരാന്ന് പറയല്ല, അതിന് ലിവിങ് ടുഗദറാ, ഒന്നിച്ചുള്ള ജീവിതം. പക്ഷേ കല്യാണം കഴിച്ചിട്ടില്ല, എങ്ങും നിയമപരമായിട്ട് രജിസ്ട്രേഷനും ചെയ്തിട്ടില്ല. അപ്പോൾ അറിയാമല്ല ഇതിനകത്ത് ഇങ്ങനെയൊക്കെ വരുവുള്ളൂ. ജീവിതകാലം മുഴുവൻ ഇവൻ എൻ്റെ കൂടെ കാണൂല്ല, ഇവൻ ഇടയ്ക്ക് വെച്ചിട്ടിട്ട് പോകാൻ സാധ്യത ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കത്തക്ക ബോധമൊന്നും എവളമാർക്കില്ലേ? ഈ ലിവിങ് ടുഗദർ എന്നൊക്കെ പറയണത് എന്തരാണെന്നുള്ള ബോധം ഉണ്ടായിട്ടാണല്ലോ ഇതിനൊക്കെ വേണ്ടി ഇറങ്ങിത്തിരിക്കണത്. പിന്നെ എന്തിനാണ് യവനൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ കിടന്ന് മോങ്ങണതും ഇപ്പോൾ കോടതിയെ വരെ കുറ്റം പറയണതും, കോടതി വിമർശിച്ച് കോടതി പരിഹസിച്ച്? ഇങ്ങനെയുള്ളതിനൊക്കെ അവസാനം പരിഹാസം തന്നെ ബാക്കി കാണുള്ളൂ. എത്ര അനുഭവം ഉണ്ടായാലും പെൺപിള്ളേർ പഠിക്കണുണ്ടാവും? ഒന്നുമില്ല. ആണുങ്ങളും അത് തന്നെ ഓരോന്നിനൊക്കെ എടുത്ത് തലയിൽ വെക്കും. അവസാനം അരയിലും മടിയിലും ഒന്നും ഒതുങ്ങാതെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതകമായി, ആത്മഹത്യയായി. ഇതാ കഴിഞ്ഞ ദിവസം തന്നെ നെയ്യാറ്റിൻകര ഒരുത്തിയെ കുത്തിക്കൊന്നിരിക്കുന്നു. ഒരു സാറാണ്, ഒരു കോളേജ് അധ്യാപകനായിരുന്നു. ഇപ്പോഴും PSCയിലൊക്കെ പഠിപ്പിച്ചുകൊണ്ട് നടക്കണമെന്ന് പ്രേമിച്ച് കെട്ടിയതാണ്. പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പെണ്ണിനെ തന്നെയാണ് പ്രേമിച്ച് കെട്ടിയത്. 9 കൊല്ലമായി കെട്ടിയിട്ട്. കഴിഞ്ഞ ദിവസം എന്താ കുത്തി കൊന്നേക്കണം. എന്നും ആ വീട്ടിൽ പ്രശ്നങ്ങളായിരുന്നത്. പ്രേമിക്കുന്ന സമയത്ത് പാലയ തേനയ ചക്കര എന്നെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഒഴുക്കും. പെട്ടെന്നൊരു ദിവസം ഇത് ഒന്നും മുന്നോട്ട് പോകൂല എന്ന് തോന്നുന്ന സമയത്ത് അറ്റ കൈ പ്രയോഗം അങ്ങ് നടത്തിയേക്കും. എൻ്റെ ജീവിതം പോലെയാട്ടെ അവളുടെ ജീവിതം പോട്ടെന്ന് പറഞ്ഞ് അങ്ങ് ഇറങ്ങി തിരിച്ചേക്കും. ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ അറിയാമല്ല ഇത് ഒരു നടക്ക് പോവില്ലെന്ന്. അപ്പോഴേ രണ്ടുപേരും ടാറ്റ ബൈ ഓക്കെ സി യു പറഞ്ഞങ്ങ് പിരിഞ്ഞേക്കണം. അല്ലെങ്കിൽ അതിന് കണക്കിനുള്ളതൊക്കെ അവരവരുടെ കയ്യിലുണ്ടായിരിക്കണം. എന്തരിൻ്റെ കാര്യമാണ് കുസുമേച്ചി പറയണത്? പെണ്ണുങ്ങളാണെങ്കിൽ സ്വന്തമായിട്ടൊരു ജോലി, ഒരു കിടപ്പാട. ഇത് വീട്ടുകാരെ എതിർത്ത് വീട്ടുകാരോടൊന്നും പറയാതെ എന്തെങ്കിലും പെട്ടെന്നുണ്ടാകുന്ന ഒരു ചാഞ്ചാട്ടത്തിൻ്റെ പുറത്തെടുത്തങ്ങ് ചാടും. അവൻ്റെ തലയിൽ ചെന്ന് കയറും. കുറേ ദിവസം യവൻ ചുമന്ന് കഴിഞ്ഞ് യവനങ്ങ് മടുക്കുമ്പോൾ യവളെ അങ്ങ് ഉപേക്ഷിക്കും. അവൾക്ക് പോകാനിടയുണ്ടാ? സ്വന്തമായിട്ട് എന്തെങ്കിലും വരുമാനം ഉണ്ടാ? എന്തെങ്കിലും സാമ്പത്തിക സ്രോതസ് ഇരിക്കണ? എന്തെങ്കിലും വരുമാനം വരെ ഇടയുണ്ടാവും? ഒന്നുമില്ല. എന്തിനേയും ഒന്നുമില്ല. ജീവൻ എടുക്കുക, അല്ലെങ്കിൽ അവനെ കുത്തിക്കൊല്ലുക, അല്ലെങ്കിൽ അവൻ്റെ പേരിൽ കൊണ്ട് കേസ് കൊടുക്കുക. ഗാർഹിക പീഡനം കഴിഞ്ഞല്ല. ഇങ്ങനെ ഓരോന്നിനും വേണ്ടി ഇരിക്കണ സ്ഥലമാണ് കോടതി. അതിനു വേണ്ടി നമ്മുടെ സൗകര്യം പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണ സാധനമാണ് നിയമങ്ങൾ. ആവശ്യമുള്ള പെണ്ണുങ്ങളുണ്ടെന്നിവിടെ. കല്യാണം നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്ത് അതിന് തക്ക ജീവിതമായിട്ട് മുന്നോട്ട് പോയി ഒരു തരത്തിൽ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ, ജീവിക്കാൻ താമസിക്കാത്ത, കൂടെ ജീവിപ്പിച്ച് കൊല ചെയ്യണ ആണുങ്ങളുണ്ട്. യവന്മാർക്കൊക്കെ വേണ്ടിയിട്ട് ശിക്ഷ കൊടുക്കാനൊക്കെയുള്ള വകുപ്പിന് വേണ്ടിയിട്ടാണ് സ്ത്രീകൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ ഇവിടെ കിടക്കുന്നത്. ഗാർഹിക പീഡനമൊന്നും അല്ലാത്ത പീഡനമൊന്നും ഒക്കെ പറഞ്ഞ് വകുപ്പുകൾ കിടക്കുന്നത് അവർക്ക് വേണ്ടിയുള്ളതാണ്.
അല്ലാതെ ചുമ്മാതെ ഇങ്ങനെ പഠിക്കേണ്ട സമയത്തും വേറെ ജോലി ചെയ്യേണ്ട സമയത്ത് എന്തെങ്കിലുമൊക്കെ ജീവിത ലക്ഷ്യങ്ങൾ കാണേണ്ട സമയത്തും ഓരോത്തൻ്റെ തലയിൽ ചെന്ന് കയറിയിട്ട് കാമം മൂത്തും കടിമൂത്തും ചെന്ന് കയറിയിട്ട് അവസാനം അവന്മാർ കൈ ഒഴിഞ്ഞിട്ട് പോകുമ്പോൾ അവർക്കെതിരെ പ്രയോഗിക്കാനുള്ള ഒരു സംഭവം അല്ല ഇങ്ങനെയുള്ള വകുപ്പുകൾ. അത് ഇനിയെങ്കിലും ഉള്ളവർ മനസ്സിലാക്കണം. അതിനാണ് പച്ചയ്ക്ക് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏത് കോടതി? സുപ്രീം കോടതി. എല്ലാം ഒരു പ്രഹസനമാണിപ്പം. എല്ലാം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ്. ആര് സ്വന്തം തൃപ്തിക്ക് വേണ്ടിയൊന്നും അല്ല ഇപ്പം കല്യാണങ്ങൾ പോലും കഴിക്കണത്. ഇന്ന വീട്ടിലെ ഒരു പയ്യനെ ഇപ്പം വീട്ടുകാരാലോചിച്ചുള്ള കല്യാണങ്ങളുടെ കാര്യമാണ് ഞാൻ പറയണത്. ഒരു മനസ്സിൻ്റെ പൊരുത്തം, ആ ആളുകൾ തമ്മിലുള്ള പൊരുത്തം, ഇതൊന്നും നോക്കണില്ല. വലിയ സ്റ്റാറ്റസ് ഉള്ള കുറേ രൂപയുള്ള വീട്ടിലെ കൊച്ചാണ് എന്ന് പറയുമ്പം പിന്നെ ഈ ചെറുക്കൻ്റെ മനസ്സും അന്വേഷിക്കേണ്ട, യവനത് ഇഷ്ടപ്പെട്ടോ ഇല്ല, ഇതൊന്നും അന്വേഷിക്കേണ്ട. വീട്ടുകാരുടെ കാര്യമാണ് ഈ പറയണത്. ഇനിയിപ്പോൾ പ്രേമിച്ചുള്ള കല്യാണമാണെങ്കിൽ ഒരുത്തിയെ കണ്ട് അല്ലെങ്കിൽ ഒരുത്തനെ കണ്ട് ഇഷ്ടപ്പെട്ട് അവൻ്റെ ചുറ്റുപാടും അറിയണ്ട, എവളുടെ ചുറ്റുപാടും അറിയണ്ട, ഇവരുടെ മനസ്സ് എന്തരാണ്, ഇവരുടെ ജീവിതം ഇതുവരെയുള്ളത് എങ്ങനെയായിരുന്നു, അന്തരീക്ഷം എന്താണ്, ഇതൊന്നും അറിയാതെ എടുത്ത് ചാടിയേക്കും. അങ്ങനെ രണ്ട് കൂട്ടരും, ഈ വീട്ടുകാരുറപ്പിക്കണ കല്യാണങ്ങളിലും അപകടങ്ങളുണ്ട്, ഈ പ്രേമിച്ചു പാടുന്നതിൽ ഇരട്ടി അപകടങ്ങളുണ്ട്. ഒന്നും അറിയാതെ എടുത്ത് ചാടുകയാണ്. ഈയിടെ ഞങ്ങളുടെ പരിസരത്തുള്ള ഒരു പെണ്ണ് ഒരു പയലിൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. പഠിക്കേണ്ട പ്രായം 19-20 വയസ്സ് ആ പെണ്ണിനിരിക്കണ്. ആ പയലാണെങ്കിൽ ഒരു കാവറക്കി പയൽ, കഞ്ചാവ് അതും ഇതെല്ലാം അടിച്ചോണ്ടി എന്ന് ഡെയിലി പെണ്ണിന് അടിയാണെന്നാണ് കേട്ടത്. ഒരു നേരത്തെ ആഹാരം പോലും ശരിക്കും കിട്ടണില്ല. വീട്ടുകാരും കൈയൊഴിഞ്ഞ്. ഇങ്ങനെയുള്ള പെണ്ണുങ്ങളുടെയൊക്കെ എണ്ണം കൂടിക്കോടിക്കൊണ്ടിരിക്കുകയാണ് നാട്ടിൽ. ഇങ്ങനെ പിള്ളേരുടെ എണ്ണം കൂടിക്കൊണ്ടിരുന്ന ഇവർ പെരുകിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങളെ. ആ കുഞ്ഞുങ്ങളുടെയൊക്കെ ഭാവി എന്തരാണ്? ഇവരുടെയൊക്കെ കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി തന്നെ കോടതികൾ വേണ്ട അവസ്ഥയാണ്. ഇതൊക്കെ ആളുകൾ വരുത്തി വെക്കണതല്ലേ? വീട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഈ കാര്യത്തിൽ ആണുങ്ങളെ ഒരു പരിധിക്കപ്പുറം കുറ്റം പറയാൻ പറ്റുക? യവന്മാരെ പറയണം. കാരണം യവന്മാരെയൊക്കെ വിശ്വസിച്ചാണ് ഇവളൊക്കെ കൂടെ വരണത്. അപ്പോൾ 5-6 പ്രാവശ്യം ഉപയോഗിച്ച് കഴിയുമ്പോൾ മടുത്ത് കഴിയുമ്പോൾ ഇട്ടിട്ട് പോണത് തെമ്മാടിത്തരമാണ്. അത് വേറൊരു കാര്യം. പക്ഷേ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും നമ്പി ആർക്കെങ്കിലും കൂടെ പോകാൻ പറ്റുമോ? എൻ്റെ പൊന്നുമക്കളെ, ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. തള്ളയ്ക്ക് മക്കൾക്ക് തള്ളയും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം. തള്ളയും മക്കളും തമ്മിലുള്ള ബന്ധം തന്നെ ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കണം. അതിനപ്പുറം ഇനി എന്തൊരു വരാം. അപ്പോൾ ഒരു പൊക്കിൾ കൊടി ബന്ധത്തിന് പോലും വിലയില്ലാത്ത കാലങ്ങളാണ്. അങ്ങനെയുള്ള കാലത്ത് ആരെങ്കിലും നമ്പി ഇറങ്ങി തിരിക്കാൻ പറ്റുമോ മക്കളെ? സുപ്രീം കോടതി നിരീക്ഷിച്ചത് 100% ശരിയാണെന്ന് പറയാൻ വേണ്ടി മാത്രം കേട്ടോ ഇത്ര എൻ്റെ പൊന്നുമക്കളോട് ഞാൻ ഇരുന്ന് വർത്തമാനം പറഞ്ഞത്. ഇങ്ങനിപ്പോൾ എവക്ക് വേണ്ടി കൊടി പിടിക്കുന്ന ആളുകളുണ്ടല്ല, ആ പെണ്ണിനോട് അങ്ങനെ കോടതി ഈ സമയത്ത് പറയാമായിരുന്ന, എന്നാലും അതൊരു ഇരയല്ലേ എന്ന് പറയണവർ ഒന്നുകൂടി ഇരുന്ന് ചിന്തിക്കണം. എന്തരാണ് നിങ്ങൾ പറയണത്? ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ വാദിക്കണതെന്ന്? എന്തൊരു ചെയ്ത പെണ്ണിന് വേണ്ടിയാണ് ഈ വാദിക്കണതെന്ന്? അവൾ പഠിക്കേണ്ട പ്രായമാണ്. 18 വയസ്സിലൊരു തൊഴിൽ നോക്കാവല്ല. ആ സമയത്ത് ഇപ്പോൾ ഒരു കുഞ്ഞ് കൈയിരിക്കുകയാണ്. എന്തരാണ് ഇങ്ങനെ? നമ്മുടെ ഇന്ത്യയിൽ നടക്കണ കാര്യമാണ്, ലോകത്തിൻ്റെ വേറെ ഭാഗത്തൊന്നും നടക്കണതല്ല. കേരളത്തിൽ തന്നെ എത്ര സംഭവങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് ഇറങ്ങി തിരിച്ചൊരു ദിവസം പോകും, പിന്നെ ഒരു കുഞ്ഞുമായിട്ട് റോഡിൽ കൂടെ അലയണത് കാണാം. എന്തൊരു കഷ്ടമാണ്. നമ്മളിതൊക്കെ കണ്ട് മടുക്കുകയാണ്, വാർത്തകൾ കേട്ട് മടുക്കുകയാണ്. എന്നാലും ആളുകൾ ഇതൊന്നും പഠിക്കണില്ല. പിള്ളേർ വീണ്ടും ഇതൊക്കെ തന്നെ കൊണ്ട് കാണിക്കണത്. വന്ന് ആ കല്യാണത്തിൻ്റെ ആ ഒരു ഇമ്പോ അങ്ങ് പോയി. അത് കഴിഞ്ഞിപ്പോൾ ലീവിങ് ടുഗദർ എന്ന് പറയണ അതിൽ കൂടെ വന്ന് അതിലും മനുഷ്യർക്ക് ഒരു ആശയം നശിച്ച്, പ്രതീക്ഷയെ നശിച്ച്, അതിനും ഒരു മടുപ്പായി. ഇപ്പോൾ അതാ കല്യാണമേ വേണ്ട, ഒന്നിച്ച് ജീവിക്കേണ്ട എന്നുള്ള കണ്ടീഷനായി. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കാമം തോന്നുമ്പോൾ എവിടെങ്കിലും ചെന്നത് തീർക്കുക. അത് കഴിഞ്ഞപ്പോൾ ആ ഒരു ബന്ധം തീർന്ന് ആ ഒരു നിലയിലേക്ക് സമൂഹം എത്തി. എങ്ങനെയാവും വരുന്ന തലമുറകളുടെ കാര്യം ഇങ്ങനെയാണെങ്കിൽ? എന്തുമാത്രം രോഗങ്ങൾ ആളുകൾക്ക് കൂടണ്. ഈ എയ്ഡ്സ് പോലുള്ള രോഗങ്ങളൊക്കെ കേരളത്തിൽ കൂടി വരണം കേട്ടാ. ആണും തമ്മിൽ പെണ്ണും തമ്മിൽ എന്തരൊക്കെയാണോ തള്ളേ ലോകത്ത് നടക്കണം നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഇങ്ങനെയുള്ള ഏടാകൂടങ്ങളൊന്നും വേണ്ടെങ്കിൽ ഒരുത്തിയുമായിട്ട് അല്ലെ ഒരുത്തനുമായിട്ട് മാനസികമായിട്ട് ഒരു പൊരുത്തത്തിൽ എത്തിക്കഴിഞ്ഞോ ഒന്നിച്ച് ജീവിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കണുണ്ടോ? ആ സമയത്ത് നിയമപരമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അവിടെ എല്ലാം എഴുത്തും കുത്തുമൊക്കെ കഴിഞ്ഞ് മാത്രം അവൻ്റെ കൂടെ നിൽക്കുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഓടിച്ചെന്നൊരു പരാതിയെങ്കിലും കൊടുത്ത് അവിടെ എടുക്കുമല്ല, എന്തെങ്കിലും തെളിവുകളെങ്കിലും ഉണ്ടല്ല. ഇതൊന്നുമില്ലാതെ കടിമൂത്ത് പോകണ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും വേണ്ടി ഇരിക്കാനാണ് കോടതിക്ക് സമയം.
കോടതി ഉള്ളത് പറയുമ്പോൾ കോടതിയെ വിമർശിക്കാൻ വേണ്ടി എൻ്റെ പൊന്നു മനുഷ്യരെ നിങ്ങൾ ഇരിക്കരുതേ. ഇത്രേ കുസുമേച്ചിക്ക് പറയാനുള്ളൂ കേട്ടാ. കുസുമേച്ചിയുടെ അഭിപ്രായമാണ് ഈ കാര്യത്തിൽ പറഞ്ഞത്. പ്രായത്തിൻ്റെതായിരിക്കും, എൻ്റെ കാലത്ത് ജീവിച്ച ആളുകളൊന്നും ഇതൊന്നും കണ്ടിട്ടില്ല പൊന്നു മക്കളെ, അതുകൊണ്ടായിരിക്കും കുസുമേച്ചി പറയണത്. എൻ്റെ പൊന്നു മക്കൾക്ക് കുസുമേച്ചിയൊക്കെ പഠിത്തവും വിവരമൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾ എന്തിനാണ് പറയണതെന്ന് ഇവിടെ എഴുതി വെക്കി.